ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടായതായി വിവരം. 3.4 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഓഡിറ്റ് കണക്കുകൾ. വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിന്നിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമുക്കൊപ്പം ബിന്നിൽ 3.4 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഈ ഓഡിറ്റ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആ തരത്തിലായിരുന്നു? ഈ ദേവസ്വം ബോർഡിൽ നിന്നും പണം എടുത്ത് മാത്രമായിരുന്നു നടത്തിയത്? അന്ന് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. വിശദാംശങ്ങൾ എന്ത്? മോദി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അവസാനം വലിയ നഷ്ടത്തിൽ കലാശിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. അതിലാണ് കോടികളുടെ വരുമാന നഷ്ടം എത്തരത്തിലുണ്ടായിരിക്കുന്നത്. അതായത് വലിയ ചെലവ് സംഭവിച്ചു. സ്പോൺസർഷിപ്പിലൂടെ ആ തുക കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വലിയ രീതിയിൽ സാമ്പത്തിക ചെലവ് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിക്കുന്നതിൽ വന്നു എന്നതാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചിരുന്നത് ദേവസ്വം ഫണ്ടിൽ നിന്ന് ഇതിന് പണമൊന്നും ചെലവഴിക്കുന്നില്ല, മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ ഇതിന്റെ ചെലവ് കണ്ടെത്തും എന്നതായിരുന്നു. പക്ഷേ ആ സ്പോൺസർഷിപ്പ് ചെലവിനനുസരിച്ച് ലഭ്യമായിട്ടില്ല. കോടികളുടെ നഷ്ടം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ദേവസ്വം ബെഞ്ച് എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ അതിൽ ദേവസ്വത്തിന്റെ പണമെടുത്ത് അത് അഡ്വാൻസ് ആയി ചെലവഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്ന തുകയിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവിടെ സ്പോൺസർഷിപ്പ് ചെലവിനൊത്ത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും ഈ ദേവസ്വം ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ബിന്നിലാണ്.